ഈ ഒരു വീഡിയോ അടുത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൗണ്ട് കുറച്ചിരുന്ന് കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വന്നിരുന്ന് കാണുക. കാര്യം ഞാൻ ഈ ഒരു വീഡിയോക്ക് ചിലപ്പോൾ പച്ചയ്ക്കാണ്, ചിലപ്പോൾ തേറി വിളിച്ച് പറഞ്ഞിരിക്കും. ഓക്കെ, ആൻഡ് എൻ്റെ എല്ലാ വീഡിയോസ് അങ്ങനെ നിങ്ങളുടെ അടുത്ത് ഞാൻ കാണാൻ പറയാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് കണ്ടേ പറ്റുള്ളൂ. വേറെ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. പത്തനംതിട്ട ടൗണിൽ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ആൾക്കാരും ഇത് കണ്ടേ പറ്റുള്ളൂ. കാര്യം ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് പത്തനംതിട്ടയിലെ ആ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതായത് 64 പേരോളം പ്രതി ചേർക്കപ്പെട്ടുള്ള ആ ഒരു പോക്സോ കേസ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ വന്നേക്കുന്ന അടുത്തൊരു കേസാണ്. ഞാൻ അന്ന് വീഡിയോക്കകത്ത് ഇട്ടേക്കുന്ന പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് അത് തന്നെ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യണം. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളിൽ പല ആൾക്കാരും പെടും. ഓക്കെ, എന്തായാലും വന്നേക്കുന്ന ആ ഒരു 9 പേര് പ്രതി ചേർക്കപ്പെട്ടുള്ളതാണ് അടുത്തൊരു പോക്സോ കേസ്. അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. പത്തനംതിട്ട അടൂരിൽ +2 വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ 9 പേർക്കെതിരെ പോലീസ് കേസ്. ഇതിൽ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CWC കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തായത്. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, എന്താണ് വിദ്യാർത്ഥിയുടെ പരാതി? അതിൽ എന്തൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? ഇപ്പോൾ ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്? ദിവ്യ, ഇതിപ്പോൾ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഒരു കൂട്ടം ആളുകൾ പ്രതികളായി എത്തുന്ന രണ്ടാമത്തെ പോക്സോ കേസാണ് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ നമുക്കറിയാം ഏതാണ്ട് 59ഓളം പ്രതികളുള്ള വലിയൊരു കേസായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്ത വളരെ കേരളം ഉറ്റുനോക്കിയ വളരെ വലിയൊരു പീഡന കേസായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ അടൂരിലും ഏതാണ്ട് സമാനമായ രീതിയിൽ മറ്റൊരു കേസ് കൂടി ഉണ്ടായിരിക്കുകയാണ്. CWC കഴിഞ്ഞ ആഴ്ച അടൂരിലും പരിസര പ്രദേശങ്ങളിലും വിദ്യാർത്ഥിനികളെ കേന്ദ്രീകരിച്ച് നടത്തിയ കൌൺസിലിംഗിനിടയിലാണ് ഇത്തരത്തിലൊരു പീഡന വിവരം പെൺകുട്ടി പുറത്തു പറയുന്നത്. 7ാം ക്ലാസ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നുവെന്നും വെളിപ്പെടുത്തലിൽ പരാമർശമുണ്ട്. 9 പ്രതികളാണ് കേസിൽ ഉള്ളത്. ഇതിൽ അടൂർ പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും 6 പ്രതികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി നൽകുന്ന സൂചന. 5 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 4 പേരെ കൂടി ഇന്ന് തന്നെ പിടികൂടുമെന്നാണ് പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. CWC ഇടപെട്ട് പെൺകുട്ടിക്ക് കൌൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകി പെൺകുട്ടിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും CWC ചെയർമാൻ, ജില്ലയിലെ CWC ചെയർമാൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസും CWC മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദിവ്യ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഈ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരാണ് പീഡിപ്പിച്ചതെന്നും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് ആരാണെന്ന് അറിയുമ്പോഴത്തേക്കിന് ചെബുക്കല് പൊളയ്ക്ക് ആ 2 എണ്ണത്തിനും കൊടുക്കാൻ തോന്നും. അതാരാന്നൊക്കെ ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അതിന് മുന്നേ ഞാൻ അന്ന് ആ ഒരു വീഡിയോ ഇട്ട ടൈമിൽ, അതായത് ഈ 64 പേരോളം പ്രതി ചേർക്കപ്പെട്ടു എന്നുള്ളത് പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണലി പല കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിരുന്നു. അതായത് ചേട്ടാ, ഇതുപോലെ ആ ഒരു കുട്ടീനെയൊക്കെ പേഴ്സണലി അറിയുന്ന ചില ആൾക്കാരാണ്. ആ കുട്ടി അവരെൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്കിവിടെ പറയാൻ പറ്റില്ല, കാര്യം മോശമാണ്. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ ചിലപ്പോൾ കേസ് വന്നതായിരിക്കും. കാര്യം എല്ലാ കാര്യങ്ങളും നമുക്കങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, അപ്പം അതിനകത്തിൽ പല ആൾക്കാരും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളതിൽ കുറച്ച് പയ്യന്മാരുണ്ട്. അവന്മാർ നിരപരാധികളാണ്. അവന്മാർ ആ ഒരു കൊച്ചിനെ ആണെങ്കിൽ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത പിള്ളേരാണ് അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒക്കെ പറഞ്ഞേക്കുന്ന ഒരു സാഡ് റിയാലിറ്റി കൂടി ആ ഒരു കേസിനകത്തുണ്ട്. എന്നിരുന്നാലും എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് ആ ഒരു കുട്ടിക്ക് കുറച്ച്, അതായത് അങ്ങോട്ട് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരുടെ അടുത്ത് എടുത്താണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആയിട്ട് ആ കുട്ടിയാണ് അങ്ങോട്ട് പോയത് എന്നുള്ള രീതിയിലേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് മെസ്സേജ് അയച്ചെടുത്ത്, അതായത് ആ കുട്ടിക്ക് ഒരു 18 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം അവന്മാർക്കില്ലേ. കാര്യം അവന്മാരല്ലേ ഇതൊക്കെ ആലോചിക്കേണ്ടത് എന്നുള്ള പറഞ്ഞ് എല്ലാ ആൾക്കാരും ഒരേപോലെ, എല്ലാ ആണുങ്ങളും ഒരേപോലെ ചിന്തിക്കത്തില്ലല്ലോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മക്കളടുത്തും പറയണം, പൊന്നുമക്കളെ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ തൊടാനോ പിടിക്കാനോ പോയിട്ട് അത് മോശമായിട്ട് നോക്കാൻ പോലും പോയില്ല. പൊന്നുമക്കളെ, എല്ലാ എണ്ണവും പെടും. അവരിങ്ങോട്ട് വന്ന് ചോദിച്ചല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അട്രാക്ഷൻ കാണിച്ചാലും തിരിച്ചങ്ങോട്ട് അവരുടെ പ്രായം ഇതൊക്കെ നോക്കിയിട്ട് ആധാർ കാർഡൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഈ ന്യൂസിന്റെ ബാക്കിയും കൂടെ കേൾക്കാം. പ്രതികളിൽ ചിലരുമായി ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടി പരിചയപ്പെട്ടത്. ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഒരു കമന്റ് ബോക്സിൽ താഴെ കുറേ ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ കുഴപ്പമാണ്, കുട്ടികൾക്ക് എന്തിനാണ് ഇൻസ്റ്റഗ്രാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ എന്തിനാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഈ 7ാം ക്ലാസ് തൊട്ട് പീഡിപ്പിക്കപ്പെട്ട് ഇപ്പോഴാണ് അവൾ സുഖം അറിഞ്ഞിട്ട് അത് പീഡനമാണെന്ന് തോന്നി, അങ്ങനെ കുറേ ആൾക്കാർ പറയുന്ന ഒരു ടീംസ് വേറെ ഉണ്ട്. ഈ ഇൻസ്റ്റഗ്രാമിന്റെ കേസ് പറയുമ്പോഴത്തേക്കിന് ഈ ഫോൺ കൊടുക്കരുതെന്ന് പറയുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സ്കൂട്ടർ, ബൈക്ക്, അതേപോലെ കാറ്, കാര്യങ്ങളൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അല്ലേ. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലൊക്കെ അപകടം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാവാൻ സാധ്യത നമ്മൾ എപ്പോൾ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയാലും ഉള്ളതല്ലേ. നാളെ ഒരു അപകടം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാതെ നടന്നു പോവുകയാണോ ചെയ്യുന്നത്, അതോ അതിനൊരു പ്രിക്കോഷനായിട്ട് നമ്മൾ ഹെൽമെറ്റും ഈ കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് പോവുകയാണോ ചെയ്യുന്നത്? അല്ലാതെ പൂർണ്ണമായിട്ട് നിർത്തലാക്കി കളയുമല്ലോ. അതുകൊണ്ട് ഫോൺ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാർ ആ ഒരു കാര്യം ആലോചിക്കുക. ഓക്കെ, ഈ ഇൻസ്റ്റഗ്രാമിന്റെ പ്രശ്നം പറയുന്ന ആൾക്കാർക്ക് ബാക്കി ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻസ്റ്റഗ്രാമിന്റെ മാത്രം പ്രശ്നമാണെന്നുള്ളത്. വിദ്യാർത്ഥിയായ പെൺകുട്ടി സ്കൂളിൽ നിരന്തരം വരാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്, സ്കൂൾ അധികൃതർ നടത്തിയ അന്വേഷണത്തിനും ഒപ്പം കൗൺസിലിംഗിനും വിധേയമാക്കിയതോടുകൂടിയാണ് പെൺകുട്ടി ഈ പീഡന വിവരം പറയുന്നത്. പെൺകുട്ടി സ്കൂളിൽ വരാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതികളിൽ ചിലർ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളെടുത്ത് അത് പ്രചരിപ്പിച്ചിരുന്നു. അത് പുറത്തറിഞ്ഞതോടുകൂടി തന്നെയാണ് പെൺകുട്ടി സ്കൂളിൽ വരാതിരുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞതാണ്. അതായത് ഈ
നഗ്ന വീഡിയോ നിങ്ങൾ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യുന്ന ആയിക്കോട്ടെ, അവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ഫോട്ടോസോ വീഡിയോസോ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിലുള്ള ഫോട്ടോസോ വീഡിയോസോ ആയിക്കോട്ടെ, പൊന്നു മക്കളെ അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ പത്തനംതിട്ട ടൗണിന് 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള പല ആൾക്കാരും പൊന്നു മക്കളെ നിങ്ങൾ സേഫ് അല്ല. സീരിയസ് ആയിട്ട് അന്ന് ഞാൻ പറഞ്ഞതാണ്, പലരും പെടുമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഈ ഒരു കുട്ടിയുടെ കേസ് എന്താണ് ഇതേപോലെ, അതായത് ഈ വീഡിയോ ലീക്കായിട്ട് ആ രീതിയിലും ആൾക്കാർ ആ കുട്ടിനെ അപ്രോച്ച് ചെയ്ത ഒരു കേസാണിത്. അന്നത്തെ ആ ഒരു വീഡിയോക്കകത്ത് എന്തായിരുന്നു, അതായത് അന്നത്തെ ആ ഒരു വിഷയത്തിൽ ആ ഒരു 64 പേര് പ്രതികരിക്കപ്പെട്ടുള്ള ആ ഒരു സംഭവത്തിൽ എന്തായിരുന്നു സെയിം സാധനം, ആ കുട്ടിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ലീക്കാക്കി എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അന്നിട്ട വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വേണമെങ്കിൽ ഞാൻ ഇവിടോട്ടൊന്ന് വെക്കാം. പത്തനംതിട്ട ആ ഒരു ഈ ഒരു ടൗണിന് കുറച്ച് സറൗണ്ടിങ്സിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ബന്ധമുള്ള ആരുമായിക്കോട്ടെ, ഈ ആളുകളുടെ അടുത്ത് നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കോൾ ചെയ്ത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷനിൽ നിൽക്കുന്ന ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആർക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കുന്നത്, അയാളുടെ കയ്യിൽ ഇത് സേഫ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിലാണോ ഇത് അയച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാണോ നിങ്ങളിത് കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാണ്, പലരുടെയും വീഡിയോസ് ഒരുപാട് ഓടി കറങ്ങുന്നുണ്ട്, നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ എക്സ്, നിങ്ങളുടെ ലവർ, ഇവരുടെ കയ്യിലൊക്കെ എൻ്റെ ഫോട്ടോ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഈ രീതിയിൽ ഉപയോഗിക്കുമോ എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളിൽ പലരും സേഫ് അല്ല. നിങ്ങളെ ഓരോ ആളുകളും നോക്കുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല. നിങ്ങളുടെ എക്സ് ആയിരിക്കാം, നിങ്ങളുടെ ലവർ ആയിരിക്കാം, നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ണർ ആയിരിക്കാം, ആരുമായിക്കോട്ടെ, അവർ കാരണം പലരും ഇന്ന് നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങളുടെ മുഖത്ത് നോക്കി പല ആളുകളും ചിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ മാത്രമല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അന്ന് ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ പലരും സേഫ് അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കുട്ടിയുടെ കേസും വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ കുട്ടിയുടെ വീഡിയോ ലീക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആലോചിക്കുക. ഏത് നിമിഷമാണ് നിങ്ങളുടെ മണ്ടയ്ക്ക് ഇടുത്തി പോലും ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഒന്ന് വീഴുന്നത് എന്നുള്ളത്. ഈ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതികളുണ്ട്. ഒപ്പം അടുത്ത ഒരു ബന്ധു കൂടി ഈ പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയാക്കിയെന്ന് ഉള്ള വിവരം കൂടി ലഭിക്കുന്നു. അങ്ങനെ ഓക്കെ, ഇൻസ്റ്റാഗ്രാമിന്റെ കുറ്റം എന്നുള്ള രീതിയിൽ കമന്റ് ബോക്സിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ, ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ എന്ത് ഇൻസ്റ്റാഗ്രാം തൊലിച്ചതിന്റെ പേരിലാണ് അടുത്തുള്ള ബന്ധു വന്നിട്ട് ഈ പറയുന്ന പരിപാടി കാണിച്ചിട്ട് പോയിട്ടുള്ളത്. അടുത്തുള്ള ബന്ധു ഇൻസ്റ്റാഗ്രാമിൽ തൊലിച്ചിട്ടല്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ മാത്രം കുഴപ്പമല്ല, ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിലും ഇത് നടക്കും, ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിലും ഇത് നടക്കും. ഓക്കെ, എന്തായാലും ആദ്യം ഈ പെൺകുട്ടിക്ക് ഈ പഠന വൈകല്യം ഉണ്ടായി എന്ന് പറയുന്നു. മാതാപിതാക്കൾ അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരു സിദ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ കൊണ്ട് ഈ പൂജ നടത്തിയതായി പറഞ്ഞു. ആ സമയത്ത് ആ സിദ്ധനും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വിവരം കൂടിയാണ് പോലീസ് നമ്മളോട് പങ്കുവെക്കുന്നത്. അയാളും പഠന വൈകല്യം ബാധിച്ചെന്ന്. അതെന്താണ് ഈ പഠന വൈകല്യം? അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകേണ്ടത് ഡോക്ടറിന്റെ അടുത്തല്ലേ കൊണ്ടുപോകേണ്ടത്? ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയേക്കുന്ന ഒരു സിദ്ധന്റെ അടുത്ത്, ഒരു മന്ത്രവാദിയുടെ അടുത്ത്. ആ കഴിവറ മോനാണ് ഈ കൊച്ചിനെ ഈ രീതിയിൽ ഫസ്റ്റ് ഇവനെ ഉപയോഗിക്കുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ. പഠന വൈകല്യമാണെന്ന് നല്ല വിവരം ബോധമുള്ള തന്തയും തള്ളയല്ലേ അവരുടെ. ഈ സിദ്ധനെ സിദ്ധനെ പിന്നെ പൊക്കുന്നുണ്ട്. ആ പൊക്കിയിട്ടുള്ള സംഭവം ഞാൻ ഇങ്ങോട്ട് വെക്കാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ ശ്രദ്ധയില്ലെന്ന് പറഞ്ഞ് ആദികാട്ടുകുളങ്ങര എന്ന സ്ഥലത്തെ ഒരു മന്ത്രവാദിയെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സമീപിച്ചിരുന്നു. ആ മന്ത്രവാദി ഈ മാതാപിതാക്കളെ പുറത്തു നിർത്തി ആ മന്ത്രവാദിയുടെ വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ പക്കലുള്ള വിവരം. ഈ മൈരന് ആ കൊച്ചിനെ ആണെങ്കിൽ പീഡിപ്പിക്കാനെ കൊണ്ട് കൂട്ടിക്കൊടുത്ത് പുറത്ത് കാവൽ നിൽക്കരുത് ഇതിന്റെ സ്വന്തം തള്ള. ആ അമ്മേനെ എന്താണ് പറയേണ്ടത്? അമ്മ എന്തറിഞ്ഞു? പുറത്ത് നിന്നല്ലേ, അമ്മയ്ക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ ആശുപത്രി പോകുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആശുപത്രി പോകുമ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് അസുഖക്കാരിയായിട്ടുള്ള നമ്മുടെ മക്കൾ അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഈ പേരൻസ് നിൽക്കുമ്പോൾ തന്നെ അല്ലേ പരിശോധിക്കുക, ചികിത്സ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനിയിപ്പോൾ ഓപ്പറേഷൻ വല്ല കയറ്റുമ്പോഴായിരിക്കും പേരൻസിനെയൊക്കെ പുറത്ത് നിൽക്കുക. അതല്ല, ഇപ്പം കുട്ടികളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടിൽ എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എന്തെങ്കിലും തീർച്ചയായും ഒരു 90% പെൺകുട്ടികളെ നോക്കുന്നത് ലേഡി ഡോക്ടർ തന്നെ ആയിരിക്കും, ഇല്ലേ? ആ ഒരു സ്ഥാനത്ത് അന്ധവിശ്വാസത്തിന്റെ കൊണ അടിക്കാൻ വേണ്ടിയിട്ട് നേരെ കൊണ്ട് കൊടുത്തേക്കുന്നു, സ്വന്തം മോളെ കൂട്ടി കൊടുത്തേക്കുന്നു ഒരമ്മ. ഈ ഒരു കേസിൽ ആദ്യം പ്രതി ചേർക്കേണ്ടത് ആ അമ്മേനെയാണ്. ഓക്കെ, എന്ത് വിശ്വാസത്തിന്റെ പേരിൽ എന്ത് മാങ്ങാത്തൊലി ആയിക്കോട്ടെ, അമ്മയ്ക്കത് പറ്റിപ്പോയി സംഭവിച്ചു പോയി, അമ്മ അറിഞ്ഞില്ല, മാങ്ങാ തേങ്ങ ചക്ക, അതൊന്നും പറയേണ്ട കാര്യമില്ല. ഓക്കെ, എൻ്റെ ശരികളിൽ ഒരിക്കലും ആ അമ്മ ചെയ്ത കാര്യത്തിന് എനിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല, ഒരു രീതിയിലും പറ്റൂല. പഠന വൈകല്യം ബാധിച്ചെന്ന് ആശുപത്രി കൊണ്ടുപോവാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എനിക്ക് ആ അമ്മയെ നല്ല പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അമ്മയുടെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഇവൻ പഠന വൈകല്യം ബാധിച്ച് ഇവൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ വലിയത് കിട്ടും, അല്ലെങ്കിൽ ആ കുഞ്ഞിന് നല്ലതെന്തോ പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞും വിശ്വസിച്ചിട്ട് ആ അടുത്ത് പോയതാണ്. അപ്പോൾ ആ കാണിച്ചേക്കുന്നവൻ്റെ സാമാനം കട്ട് ചെയ്ത് കളയണം, അവൻ്റെ അരിഞ്ഞിടണം, അവൻ്റെ
ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അവനെ കുറേ നാളാണെങ്കിൽ ജയിലിൽ കൊണ്ടുപോയിട്ട് അവൻ ഈ പറയുന്ന നല്ല സാധനങ്ങളൊക്കെ തിന്നാനും കയറ്റാനും ഒക്കെ കൊണ്ട് കൊടുക്കും അല്ലേ? എന്നിരുന്നാലും ഈ കേസിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുതിർന്ന ആളുകളുണ്ട്, കൗമാരക്കാരുണ്ട് എന്നുള്ള ഒരു അറിവാണ് നമുക്കുള്ളത്. ഏതായാലും മുതിർന്ന ആളുകൾ ഈ ഒരു കേസിലും കൗമാരക്കാരുണ്ട്. അന്നത്തെ ആ ഒരു കേസിലും കൗമാരക്കാരുണ്ട്. അതായത് 18 വയസ്സ് പൂർത്തിയാവാത്ത ആൾക്കാർ ഈ ഒരു കേസിലുണ്ട്, അന്നത്തെ ആ ഒരു കേസിനകത്തുള്ളത് പോലെ തന്നെ. ഈ ഒരു കാര്യത്തിൽ ആ ഒരു പയ്യന്മാരെ മാത്രം തെറ്റി നമുക്കങ്ങനെ നിയമത്തിൻ്റെ മുന്നിൽ അവർ തെറ്റുകാരാണ്, ഓഫ് കോഴ്സ് തെറ്റുകാർ തന്നെയാണ്. പക്ഷേ ഞാൻ അല്ലാതെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു പ്രായത്തിൽ ഈ പെൺകുട്ടികൾക്കും മൈനറായിട്ടുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൻ്റെ അടുത്ത് അട്രാക്ഷൻ തോന്നുന്നൊരു പീരീഡ് ഓഫ് ആ ഒരു ഏജാണ് ഇവരുടെ ഈ ഒരു കൗമാരം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് എന്ത് ശരി എന്ത് തെറ്റെന്ന് അവർക്കറിയത്തില്ല. അവർക്ക് അതുകൊണ്ട് ഞാൻ നിരന്തരം വീഡിയോസിനകത്ത് പറയുന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സാധനം. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഒരു കുട്ടിക്ക് തെറ്റേത് ശരി ഏതെന്ന് പറഞ്ഞു കൊടുക്കാതെ അവരൊരു ശരി ചെയ്യുമ്പം അതിനെ അപ്രിഷ്യേറ്റ് പോലും ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മാത്രം അതിനെ ചൂണ്ടിക്കാണിച്ച് തെറ്റാണെന്നും അതിനെ ശിക്ഷിക്കാനും പോകുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, അപ്പോഴും അവർക്ക് എന്ത് ശരി എന്ത് തെറ്റ് എന്നൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല. എത്ര സ്കൂളുകളിൽ നിന്ന് എത്ര ടീച്ചേഴ്സുമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്കൊക്കെ ഇങ്ങനെ പണി കിട്ടും, അല്ലെങ്കിൽ ആൺകുട്ടികളെ സൂക്ഷിക്കുക, പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാമെന്ന് എത്ര ടീച്ചർമാർ പറഞ്ഞ് ഇപ്പോൾ പേടിപ്പിക്കുന്നുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ടീച്ചർമാർ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ പീരീഡിലൊക്കെ ക്ലാസ്സിൽ സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരൊക്കെ ബോർഡിൽ നിരന്തരം കുട്ടികളൊക്കെ ലീഡർ കാര്യങ്ങളൊക്കെ എഴുതിയിടുമായിരുന്നല്ലോ. ടീച്ചർമാർ വന്നിട്ട് ക്ലാസ്സിൽ സംസാരിച്ചു എന്ന പേരിൽ എന്നെ തല്ലുമായിരുന്നു. ആ സംസാരം കൊണ്ടായിരുന്നു ഞാനിപ്പോൾ എൻ്റെ വരുമാന മാർഗ്ഗം കണ്ടെത്തുന്നത്. ഓക്കെ, ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ എന്തെങ്കിലും ഗുണം ചെയ്യുന്ന സാധനത്തിനൊക്കെയാണ് നമ്മളെ അവിടെ റെസ്ട്രിക്ട് ചെയ്ത് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട്, ഭീഷണി മീൻസ് നമ്മളെ പേടിപ്പിച്ചിട്ട് എല്ലാ ദിവസവും ഇതുപോലെ നമ്മുടെ പേര് വരുമ്പോൾ നമ്മളെ അടിക്കുമായിരുന്നു. ഓക്കെ, അന്ന് നമ്മളെ പേടിപ്പിക്കുമായിരുന്നു, ഭയപ്പെടുത്തുമായിരുന്നു, അടിക്കുമായിരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇന്ന് ഈ കുട്ടികൾക്ക് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. കഴിഞ്ഞ ദിവസം മറ്റേ ഒരു കുട്ടിയാണെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ക്യാബിനിൽ ഇരുന്നിട്ടാണെങ്കിൽ പ്രിൻസിപ്പളിനെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവം വന്നില്ലേ? ആ കുട്ടിക്ക് ഏതെങ്കിലും ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടോ ഒരു അധ്യാപകനെ ഏത് രീതിയിൽ ബഹുമാനിക്കണമെന്ന്? ഏതെങ്കിലും ടീച്ചർമാർ പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് ഈ പറയുന്നത്? നമ്മുടെ സ്കൂളുകളിൽ ഏതെങ്കിലും പരീക്ഷ പേപ്പറിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? അതായത് പെൺകുട്ടികളെ ഏത് രീതിയിൽ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളെ ഏത് രീതിയിൽ റെസ്പെക്ട് ചെയ്യണം, ഒരു മനുഷ്യൻ എങ്ങനെ മറ്റുള്ളവരുടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ച് കൊടുക്കാറുണ്ടോ? നമ്മുടെ എക്സാം പേപ്പറിൽ വരാറുണ്ടോ? നമുക്ക് ഒരാവശ്യമില്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അത്രയും എന്താ പറയുക സയൻറ്റിഫിക് രീതിയിൽ അത്രയും കാര്യങ്ങളായിട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ സൈൻ തീറ്റ കോസീറ്റ എന്ന് പറയുന്ന പോലെ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വരുന്നത്. അല്ലാത്തവർക്ക് ഈ സൈൻ തീറ്റ കോസീറ്റ ഒക്കെ എന്തിനാണ്? തലയെ പൊക്കി പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാനോ? ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കണ്ടതാണ്. വേറൊരു ആദ്യം മോൻ ചെയ്തേക്കുന്ന ഒരു പരിപാടി. ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. ഈ അപരാധി മോൻ്റെ മൂക്കിടിച്ച് പൊട്ടിക്കാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോ എടുത്ത പയ്യനുണ്ടല്ലോ, ഈ ഒരു വീഡിയോ എടുത്ത പയ്യനാണെങ്കിൽ ഇതിനകത്ത് അന്നേരം പബ്ലിക്കിൽ പ്രതികരിക്കാതെ അവൻ വീഡിയോ എടുത്തിട്ടാണ് നേരെ പോയിട്ട് ഈ പറയുന്ന ഇത് മറുനാടൻ എക്സ്ക്ലൂസീവ് വന്നാൽ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ പയ്യൻ്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, അതായത് ഇവർ സംസാരിക്കുന്ന ക്ലിപ്പുണ്ട്. അതിനകത്ത് ഇവൻ പറയുന്നത്, ഞാൻ അവിടെ അന്നേരം പ്രതികരിച്ച് കഴിഞ്ഞാൽ അങ്ങേരെ എല്ലാവരും കൂടെ തല്ലാൻ പോകുന്ന ടൈമിൽ ഈ കുട്ടിയുടെയും കൂടെ വീഡിയോ എല്ലാവരും എടുത്ത് വെക്കുമെന്ന് പറയുന്നുണ്ട്. ആ കുട്ടി വിക്റ്റിമാണ്. ഓക്കെ, ആ കുട്ടി ഇരയാക്കപ്പെട്ട ഒരാളാണ്. ആ കുട്ടി എന്തിനാണ് പേടിക്കുന്നത്? ആ കുട്ടിയുടെ വീഡിയോ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വന്നു അയാളെ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം? എന്താണ്? അവനല്ലേ പേടിക്കേണ്ടത്, അവനല്ലേ ആലോചിച്ച് നാണിക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ എടുത്ത പോലെ തന്നെ ഓക്കെ ഇവൻ എന്തെങ്കിലും ചെയ്ത നല്ല കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തിട്ട് എടുത്തേക്കുന്ന വീഡിയോ കാര്യം നല്ലത് തന്നെയാണ്. ആ സമയത്ത് സോറി, ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്ന വായി നല്ലത് വന്നു പോകുന്നതുകൊണ്ടാണ്. കാര്യം ഇതൊക്കെ ഏതൊക്കെ ജാതി മതത്തേക്ക് ഞാൻ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് മുമ്പത്തെ വീഡിയോസിൽ ആരൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനൊന്നുമല്ല, അങ്ങനെ ആരെ വേദനിപ്പിക്കാനല്ല. ബട്ട് ഈ മൈത്താണ്ടി മോനെ ആണെങ്കിൽ ആ സമയത്ത് ഇവൻ്റെ മൂക്കിടിച്ച് പൊട്ടിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടാണ് ഇവൻ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഇവൻ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറാൻ ശ്രമിച്ചു, അവന് കിട്ടിയേക്കുന്ന ശിക്ഷയാണ്. ഇനി ഏതൊരാൾ ചെയ്താലും ഇങ്ങനെ തന്നെയാണെന്ന് പറയണം. അതാണ് ചെയ്യേണ്ടത്. അതിനകത്ത് വേറെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കേണ്ട കാര്യമില്ല. പെണ്ണ് കേസാണ്, ഇവന്മാരൊന്നും കേസ് കൊടുക്കാൻ പറ്റില്ല ഇവന്മാർക്ക്. അപ്പോൾ നേരെ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നു, അവൾ പോയി ഇത് കേസ് കൊടുക്കും, നീ ലാസ്റ്റ് പെടുമെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുക. ഓക്കെ, ഇനിയും ഈ വീഡിയോ കണ്ടിരിക്കുന്ന നമ്മുടെ പത്തനംതിട്ട ഈ ഒരു ഏരിയയിലുള്ള കുറേ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പല വീഡിയോസും നിങ്ങളുടെ ലവറിനോ അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്ന പാർട്ട്ണറിനോ ഒക്കെ നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പല ആൾക്കാരും ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളിൽ എത്ര പേര് ഇപ്പം നിങ്ങൾ എത്ര പേര് സേഫ് ആയിട്ട് ഇപ്പം നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മുഖത്ത് ഞാൻ അന്നിട്ട വീഡിയോക്കകത്തും പറഞ്ഞാണ്, നിങ്ങളുടെ മുഖത്ത് നോക്കി പലരും ചിരിച്ച് കാണിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ മാത്രമല്ല.
മറ്റൊരു ഉദ്ദേശം കൊണ്ട് കൂടി തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് നിങ്ങളോട് വെറുതെ ഫ്രണ്ട്ഷിപ്പ് കൂടാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഫ്ലേർട്ട് ചെയ്ത് പോകാം അതുകൊണ്ട് മാത്രമല്ല. നിങ്ങളെ അങ്ങനെ വെറുതെ കണ്ടു വന്നേക്കുന്ന ആൾക്കാരല്ല. നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും. നിങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും കണ്ടിട്ടല്ലല്ലോ ഇവരെല്ലാവരും വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളെ ഈ പ്രൈവറ്റ് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ തെരഞ്ഞു പിടിച്ച് വന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന കുറേ ടീംസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെല്ലാവരും സേഫ് ആണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. എനിക്കിത് അന്നത്തെ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അവരുടെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ കുറച്ച് രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഇങ്ങനെ നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയുക, എടാ ഇന്ന പോലെ എൻ്റെ ഒരു ഇതുപോലെ വീഡിയോ ഫോട്ടോ ഒക്കെ ലീക്കായി എന്നുള്ള ഇങ്ങനെ ഒരു റൂമർ ചെയ്യാൻ കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞടാ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഫ്രണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് അപ്പം എടാ എനിക്കൊരു പേടി അങ്ങനെ എന്തെങ്കിലും നിൻ്റെ അറിവിലോ അല്ല ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും പറയില്ല, അറിയില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയാം. ഇപ്പം നിങ്ങളുടെ എക്സ് ആയിരിക്കാം, ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള പാർട്ട്ണർ ആണോ നിർബന്ധമില്ല, എക്സ് ആയിരിക്കാം, അങ്ങനെ ആരും ആയിരിക്കും നിങ്ങളുടെ. അപ്പോൾ നേരെ പറയുക, ഇതുപോലെ അവൻ പറയുമല്ലോ, അപ്പം ഇന്ന പോലെയാണ്, ഇല്ലടി അറിയത്തില്ല കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നേരെ അവൻ്റെ അടുത്ത് പറയാം, ആടാ ഞാൻ എന്തായാലും വീട്ടിലൊക്കെ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ അടുത്ത ദിവസം പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഈ എവിടെ നിന്നാണോ ആരാണോ മെയിനായിട്ട് ലീക്ക് ആക്കിയേക്കുന്നത് അയാളുടെ ഫോണിലോട്ടേ കംപ്ലയിൻറ്റ് വരില്ല. ചിലപ്പം എടാ നിൻ്റെ വല്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിൻ്റെ അടുത്തോട്ട് വരും കേട്ടോ, നീ പേടിയൊന്നും വേണ്ട, ഇത് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് എന്നുള്ളതിൽ പറ, ചുമ്മാ ഒന്ന് പേടിപ്പിക്കടേ. അഥവാ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പറയും, ദൈവം ഇത് നീ സ്റ്റേഷനിൽ പോകരുത്, അങ്ങനെ ചെയ്യരുത്, മറ്റേ ചെയ്യൽ, മാങ്ങ ചെയ്യൽ, തേങ്ങ ചെയ്യലെന്ന് അവൻ ഉറപ്പായിട്ടും പറയും. പേടിക്കും, സീരിയസ്ലി പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, കുഞ്ഞുമക്കളെ നിങ്ങൾ ഈ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ ഒരു കാര്യമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഇത്ര നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്താണെങ്കിൽ എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ പെടും. ഓക്കെ, പിന്നെ ഈ വീഡിയോക്കകത്ത് കാണിച്ചേക്കുന്ന ഈ പുന്നാരമോൻ ഉണ്ടല്ലോ, ഈ പുന്നാരമോൻ കാണിച്ചിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന ഒരു അബ്യൂസ് ഉണ്ടല്ലോ, ഈ പെൺകുട്ടികൾക്ക് മാത്രം നേരിടുന്നതല്ല കേട്ടോ, ആൺപിള്ളേർക്കും ഉള്ളതാണ്. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ പല ആൺകുട്ടികളും നേരിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇതുപോലത്തെ കുറേ അപരാധിമാർ വരും. എന്നിട്ട് ഈ ചെറിയ പിള്ളേരെ കാണുമ്പോൾ അല്ലെങ്കിൽ വലിയ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് നൈസായിട്ട് ഇരുന്നിട്ട് നമ്മളെ ഇച്ചിരി ഇറച്ചി കഷ്ണം തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരുന്ന കുറച്ച് ടീംസ് ഉണ്ട്. ഓക്കെ, അത് എല്ലാവർക്കും നേരിടുന്നതാണ്. ഒന്നുമില്ല, മൂക്കിടിച്ച് പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ.